കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചന പഠന ചിന്തയോടനുബന്ധിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഓൺലൈനിലൂടെയും ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അല്പമല്ലാത്ത ടെക്നിക്കലായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. അത് നമ്മുടെ ലൈവ് പ്രോഗ്രാമിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും കർത്താവ് സഹായിക്കുന്നല്ലോ, അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്തകളെ നമുക്ക് ദൈവസന്നിധിയിൽ കണ്ടിന്യൂ ചെയ്യാം. നാം ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്ന വിഷയമാണല്ലോ നമ്മുടെ ചിന്ത. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ഈ 3 അധ്യായങ്ങളാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത, ഗിരിപ്രഭാഷണം എന്ന് അറിയപ്പെടുന്ന ഈ ഭാഗം. അതിൽ ചില ആഴ്ചകളായി, ചില മാസങ്ങളായി നമ്മൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ പകുതി ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് തിരിക്കുന്നു. ദൈവമക്കൾ വളരെയധികം പ്രാർത്ഥനയോടെ തിരുവചന പഠനത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചോട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്പമല്ലാത്ത തൊണ്ടയുടെ പ്രയാസമുണ്ട്, അതുകൊണ്ട് ദൈവമക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. നന്നായി തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും കൂടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് അവസാനിപ്പിച്ചത് അതായത് 6-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. ഈ ഒരു ഭാഗം വരെ പറഞ്ഞാണ് നമ്മുടെ ക്ലാസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഇടയായത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ ശ്രദ്ധ തിരിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുക. 25-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. അപ്പോൾ ആ വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ടെന്ന പദം വരുമ്പോൾ തന്നെ അവിടെ അർത്ഥമാക്കുന്ന ഒരു കാര്യം, എന്തോ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ചയാണ് അതുകൊണ്ട്, അല്ലെങ്കിൽ therefore എന്ന പദം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 24-ാം വാക്യം എന്ന് പറയുന്നത് 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ് 24-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. 19 മുതൽ 23 വരെയുള്ള ആ കൺക്ലൂഷനിൽ കർത്താവായ യേശുക്രിസ്തു പറയാണ്, മാമോൻ എന്ന് പറയുന്നത് സാത്താനല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. മാമോൻ എന്ന് പറയുന്നത് ഓൾ മെറ്റീരിയൽ വെൽത്ത്, എല്ലാ ഭൗതിക നന്മകളെയും പറയുന്നൊരു പദമാണ് മാമോൻ. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, മാമോനെയും അതോടൊപ്പം തന്നെ ദൈവത്തെയും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരുമിച്ച് സേവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 2 യജമാനന്മാരെ നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഒന്നെങ്കിൽ ലോയൽറ്റി ദൈവത്തോടായിരിക്കണം, അല്ലെങ്കിൽ ലോയൽറ്റി ആരോടായിരിക്കണം, മാമോനോടായിരിക്കണം. 2 പേരോടും ഒരുപോലെ കൂറെന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പറ്റില്ല. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, സേവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. അതാണ് ആ കൺക്ലൂഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് എന്ന് കർത്താവ് പറയുക. അപ്പം അതിനെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയാം,
19ാമത്തെ വാക്യത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ് എന്ന് പറയുന്നത് ഈ 25ാമത്തെ വാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ 19ാമത്തെ വാക്യങ്ങളെ കുറിച്ച് മുതൽ പഠിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒറ്റ കാര്യം സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചാണ്. ഈ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, സ്വർഗത്തിൽ എന്ത് ചെയ്യണം? നിക്ഷേപിക്കണം. ഇൻവെസ്റ്റ്മെന്റ്, ഹെവൻലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണ് എന്തുള്ളതാകണം? ചുവള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് ഹെവൻലി ആയിരിക്കണം. നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഹെവൻലി പെർസ്പെക്റ്റീവ് ആയിരിക്കും. നമ്മുടെ കാഴ്ചപ്പാട് എന്ത് ചെയ്യണം? സ്വർഗീയ കാഴ്ചപ്പാടായിരിക്കണം. ഇത് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്, മാമോനെയും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 3 കാര്യങ്ങൾ പറയുക. ഒന്ന്, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? അവിടെ ചെയ്യണം. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, കണ്ണ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് ചെയ്യണം? കൃത്യമാകണം. ഡബിൾ മൈൻഡഡ് ആകരുത്. കൃത്യമായി ഒരൊറ്റ വീക്ഷണം നിങ്ങൾക്കുണ്ടാകണം. അത് സ്വർഗീയമായ വീക്ഷണം. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത് എന്ത് ചെയ്യരുത്? 2 ദാസന്മാരെ സേവിക്കാം. അത് പറ്റില്ല, അത് ഒരിക്കലും നടക്കത്തില്ല. ഒരു അടിമയ്ക്ക് ഒരിക്കലും 2 ദാസന്മാരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ദാസനോടെ അടിമയ്ക്ക് കൂറ് പുലർത്താൻ കഴിയുകയുള്ളൂ. ആ അതിൽ കർത്താവ് പറയുക 2 പേര് പറ്റില്ല, ആരെങ്കിലും എന്ത് ചെയ്യണം. അപ്പൊ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? കാഴ്ചപ്പാട് മൊത്തം എവിടെ ആയിരിക്കണം? മെറ്റീരിയൽ വെൽത്തിനോട് നിങ്ങൾ അതിന് ദാസന്മാർ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആകരുത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ അടുത്തൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും, അപ്പൊ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നേ? എൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനാ പോകുന്നത്? നമ്മുടെ കാര്യങ്ങൾ ആരാ നടത്തുന്നേ എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിനുത്തരമാണ് 25ാമത്തെ വാക്യം. മനസ്സിലായെന്ന് വിശ്വസിക്കുക. അതിന് കർത്താവ് ഉത്തരം പറയുകയാണ്. 25ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള വാക്യം ഈ ഉത്തരമാണ്. എങ്ങനെ എൻ്റെ കാര്യം നടക്കുന്നേ? എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്നത്? ഇങ്ങനൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ കർത്താവ് പറയുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ആ ഒരു ചോദ്യത്തിന് കർത്താവ് 25ാമത്തെ വാക്യം മുതൽ ഉത്തരം പറഞ്ഞു വിടുമ്പോൾ കർത്താവ് 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1, എന്ത് തിന്നും. 2, എന്ത് കുടിക്കും. 3, എന്ത് ഉടുക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. എന്ത് തിന്നും, എന്ത് കുടിക്കും. ഇതെന്തോന്ന് ഒരു മനുഷ്യന്റെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിസ്ഥാന അല്ലേ, ബേസിക് നെസസിറ്റിയാണ്, അടിസ്ഥാനപരമായ കാര്യമാണ്. എന്താ കഴിക്കണം, എന്താണ് കുടിക്കേണ്ടത്, എന്താണ് ഉടുക്കേണ്ടത് എന്നുള്ളത് ബേസിക് നീഡാണ്, ബേസിക് നെസസിറ്റിയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ, ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞ പ്രാഥമിക ആവശ്യം പോലെ ആണ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതെങ്ങനാ നടക്കുന്നത്, ഇതെങ്ങനാ നടക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. എങ്ങനാ നാളത്തെ കഴിക്കാനുള്ള, ഇപ്പം പിന്നെ നമ്മൾ കഴിക്കുന്നതിനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഈ നാളത്തേനുള്ള വിചാരം ഒന്ന് 1 മാസത്തേനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചത്തേനൊക്കെ സ്റ്റോർ ചെയ്യും. ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ആർക്കും അങ്ങനെ എന്തില്ല, ഇല്ല. പക്ഷെ ഇത് കർത്താവ് ഇത് പറയുമ്പോൾ 1-ാമത്തെ നൂറ്റാണ്ടില്ല. അവരുടെ പശ്ചാത്തലം അതിനകത്ത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാം, ഈ യഹൂദന്മാർ 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ അവർ പാവങ്ങളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാവങ്ങളാണ്. കാരണം അവര് ഡെയിലി വർക്ക് ചെയ്ത് കാശുണ്ടാക്കുന്നവരാ ഈ ആൾക്കാർ. അതോടൊപ്പം തന്നെ
കൂടുതലും ആൾക്കാരെവിടെ? കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ. കാരണം യഹൂദന്മാർ നല്ലൊരു ശതമാനം ആൾക്കാർ അവരുടെ തൊഴിലെന്ന് പറയുന്നത് കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി ലേബേഴ്സ് ആയിട്ട് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പം ഓരോ ദിവസം കിട്ടുന്നതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്. ഇനി അത് ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ സൂപ്പർ മാർക്കറ്റുകളൊന്നും അന്നത്തെ കാലത്ത് ഇല്ല. ബാങ്കുകളോ അല്ലെങ്കിൽ സേവിങ് ഡെപ്പോസിറ്റുകളൊന്നും അന്നത്തെ കാലത്ത് ഇറക്കില്ല. അവരൊക്കെ ഓരോ ദിവസത്തെ ഫുഡ് പോലും അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്തയുള്ള ആൾക്കാരായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ. നമുക്കിന്ന് അതില്ലാത്തതുകൊണ്ടാണ് നമുക്കിത് അത്ര ബോധ്യം ആകാത്തത്. കാരണം ദൈവം ഒരു പരിധിവരെ നമ്മുടെ എല്ലാവരുടെ അവസ്ഥകളൊക്കെ എന്ത് ചെയ്തു? മാറ്റി. അതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് എന്ത് ചെയ്യാതെ. എന്നാൽ അന്നത്തെ കാലത്ത് ജനത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇതാ, എന്താ തിന്നുന്നേ? ഇന്നൊരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ അന്ന് വൈകിട്ടത്തേനുള്ളതില്ല. ഇന്ന് കൃഷി സ്ഥലത്ത് പോയില്ലെങ്കിൽ അന്ന് വൈകിട്ടത്തേനുള്ളത്. ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാഷ് ലീവും സിക്ക് ലീവും എല്ലാ ലീവ് ഉണ്ടായിട്ട് പോലും ഒരു ലീവ് എടുത്ത് പ്രാർത്ഥനയ്ക്ക് വരാൻ വർഷത്തിൽ ഇത്ര ലീവുണ്ട്. ഞാനതാ പറയുന്നത്, നമുക്കെല്ലാം ഈ പ്രൊഫഷണലിസം എന്താണെന്ന് നന്നായി അറിയാവുന്നവരാ. വർഷത്തിൽ ക്യാഷ് ലീവ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ലീവ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെക്കുറിച്ച് വിചാരം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ലീവ് എടുത്ത് പ്രാർത്ഥനയ്ക്ക് വരാൻ. അപ്പം അവരുടെ കാര്യം ആലോചിച്ചിരിക്കേ. അന്ന് ആഹാരം എന്ത് ചെയ്യണം? അത് ഈ കൃഷി സ്ഥലങ്ങളിൽ പോയി അധ്വാനിക്കുകയും അല്ലെങ്കിൽ ഡെയിലി കാശ് കൊണ്ടായി അതുകൊണ്ട് ഒക്കെ കിട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ചിന്ത എങ്ങനാ? എന്താ തിന്നുന്നേ? എന്താ കുടിക്കുന്നേ? എന്താ ഉടുക്കുന്നേ? എന്നൊക്കെയുള്ള ചിന്ത അവരെ എപ്പോഴും എന്ത് ചെയ്യുക. അപ്പൊ കർത്താവ് അന്നേരം പഠിപ്പിക്കുന്നത് 2 യജമാനന്മാരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവ് ഒരിക്കലും പൈസ ഉണ്ടാക്കുന്നതിനല്ല അവിടെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. നിങ്ങളുടെ മനോഭാവത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. സമ്പത്തേ സമ്പത്തേ എന്ന് പറഞ്ഞ് പുറകെ പോകുന്ന ആ മനോഭാവത്തെ എന്ത് ചെയ്യുന്നത് കർത്താവ് ജോലി ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടില്ല. പൈസ വേണ്ടെന്ന് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമുക്കെന്താ? നമുക്ക് ആവശ്യമാണ്. പക്ഷേ ദൈവത്തെക്കാട്ടിലും പ്രാധാന്യം നമ്മുടെ എല്ലാ പരിപാടിയും ഈ ഒരു സമ്പത്ത് ഉണ്ടാക്കാൻ പോകുമ്പോൾ കർത്താവ് പറഞ്ഞ അതും കൂടെ എന്ത് ചെയ്യത്തില്ല. രണ്ടും കൂടെ ഒരു സൈഡിൽ കർത്താവിനെയും വിടാൻ പറ്റത്തില്ല, മറു സൈഡിൽ എന്ത് ചെയ്യും? മാമോനെയും. രാവിലെ വൈകിട്ട് വരെ മാമോന്റെ പുറകിലും വൈകിട്ട് കിടക്കാൻ നേരത്ത് കർത്താവ് എന്നെ കാത്തോളനേന്ന്. അപ്പൊ ഈ രണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇങ്ങനൊന്നും ബൈബിളിലില്ല. ഞാനങ്ങ് പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. രാവിലെ വൈകിട്ട് വരെ നമ്മൾ മൊത്തം എന്താ? എന്നാൽ വൈകിട്ട് വന്നാലെങ്കിലും കുറച്ചു നേരം നമുക്ക്, അപ്പം പിന്നെ പകലത്തിൻ്റെ ക്ഷീണം. അപ്പൊ കർത്താവെ കാത്തോളണേ. അപ്പൊ കർത്താവിനെ ആ വഴിക്ക്. എന്നാൽ കർത്താവിനെ വിട്ട് നമുക്ക് പിടിക്കാനും പറ്റത്തില്ല. അതിനെ തൊട്ട് അപ്പൊ പ്രയോറിറ്റി എന്തിനാ? ഇതാ കർത്താവിന്റെ ചോദ്യം. നിങ്ങളുടെ മനോഭാവം എന്തിനോടാ? ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കണ്ടു പറഞ്ഞത് അവരുടെ വയറാണ് ദൈവം അവരുടെ. അപ്പൊ കർത്താവിനെ സേവിക്കുന്ന പോലെ എന്തിനു വേണ്ടിയാ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും വരുന്നവരാ, സമ്മതിച്ചു. പക്ഷെ എന്തിനാ പ്രാർത്ഥനയ്ക്ക് വരുന്നേ? അതും ഒരു ചോദ്യം ഇതിനകത്ത്. നമ്മുടെ ആവശ്യം അങ്ങ് നിറവേറാനാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കർത്താവിനെ നമ്മൾ എന്തായിട്ടാണ് കണ്ടിരിക്കുന്നത്? നമ്മുടെ ആവശ്യം നിറവേറ്റുന്ന, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് 10,000 രൂപ വേണം, അപ്പൊ എനിക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്. കാരണം ആര് പ്രവർത്തിക്കണം? കർത്താവ് എന്ത് ചെയ്യണം? അന്ന് നമ്മൾ ഭയങ്കര ആരാധനയാണ്. എന്നാൽ ഒരാവശ്യമില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ പ്രയോറിറ്റി എന്താ? ഞാനതാ പറഞ്ഞത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള ചോദ്യം നമുക്കിന്ന്
ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെന്ന്. കർത്താവ് സഹായിച്ച് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും. ഇനി എന്തുടുക്കും എന്നുള്ള ചോദ്യം, അലമാരി തുറക്കണ്ടേ? എന്തുടുക്കുന്നല്ലേ, ഏതെടുക്കുമെന്ന ഇപ്പൊ ചോദ്യങ്ങൾ എന്ത് ചെയ്തു മാറി. എന്തെടുക്കുമെന്നല്ല, ഏതെടുക്കുമെന്ന, ഏതിടണമെന്നാ. ഒന്ന് വെളിയിൽ പോകണമെങ്കിൽ 10 ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് കൺവിൻസ് ആകാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഏത് എടുക്കണമെന്ന് ഈ സാഹചര്യത്തിൽ അവരോട് പറയുക, നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ദൈവിക. ഞാനതാ പറഞ്ഞേ, അവരുടെ സിറ്റുവേഷൻ നമുക്കിന്ന് ഇല്ല, നമുക്കില്ല. പക്ഷെ ഞാൻ അതിന് ഇങ്ങനെ അങ്ങ് പറയുക, എന്തിനാ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി? നമ്മുടെ ആവശ്യം നിറവേറ്റുന്ന ഒരു പാവ പോലാണ് ഈ കർത്താവെങ്കിൽ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചിന്തിക്കുവാണോ? അതോ മറ്റെന്തെങ്കിലും ചിന്തയിലാണോ? ദൈവവചനത്തെ ചിന്തിക്കാൻ വിശ്വസിക്കുക. ഞാനത് ഒരു പ്രാവശ്യം ഫിലിപ്പിയ ലേഖനോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഫിലിപ്പിയ സഭയിലേക്ക് നിങ്ങൾ പോയാൽ ഒന്നാമത് കാണുന്ന ഒരു സഹോദരി ലുദിയ എന്ന സ്ത്രീയാണ്. ലുദിയയുടെ പ്രത്യേകത, അപ്പോസ്തലൻ പൗലോസ് തിരുവചനം സംസാരിച്ചപ്പോൾ ദൈവങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു സഹോദരി ആര്? ലുദിയ. ലുദിയ കർത്താവിനെ കണ്ടത് മറ്റൊന്നും നേടാനല്ല, മറിച്ച് ദൈവവചനം കേട്ടിട്ട് ഇവിടെ വന്നോളാം. അപ്പം നമ്മൾ ആരാധിക്കുന്നുണ്ടെന്ന് സത്യമാണ്, കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷെ ആ പ്രയോറിറ്റിയിലും കർത്താവിനെ നമ്മൾ എന്തിനാ അറിയുന്നേ? ഇതൊരു ചോദ്യമാണ്. ആ പ്രയോറിറ്റിയിൽ നമ്മൾ നോക്കൂ, എന്തിനാ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ മുൻഗണന എന്തിനാ? കർത്താവിനെ നമ്മൾ എന്തേ അവിടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാളായി നമ്മൾ എന്ത് ചെയ്യുക? മാറ്റുക. അപ്പൊ അവിടെ പ്രാധാന്യം കർത്താവായതുകൊണ്ട് ദൈവമാകുന്നതിനെക്കാട്ടിലും ഭയങ്കരം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആരായി മാറുക. അപ്പൊ പ്രയോറിറ്റി ദൈവത്തെക്കാട്ടിലും കൂടുതൽ നമ്മുടെ എന്തിനു വേണ്ടിയാ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുടെ വേണ്ടി അല്ല നമ്മൾ കർത്താവിനെ അറിയേണ്ടത്, മറിച്ച് കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മെ ഈ ദൈവത്തെ അനുഗമിക്കാൻ ഇടയാക്കേണ്ടത്. കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മെ അവനെ ആരാധിക്കാൻ പ്രചോദനമാകേണ്ടത്. മറ്റേത് വിഷയം നിങ്ങൾ ആരാധിച്ചു നോക്കിയ കർത്താവിനെ, ആ വിഷയം തീരുമ്പോൾ എന്ത് ചെയ്യും? പല സമയങ്ങളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കഷ്ടത മാറാനാണ് ഈ ആരാധിക്കുന്നതെങ്കിൽ ആ കഷ്ടത മാറി അടുത്ത കഷ്ടത ഇല്ലെന്ന് ഉറപ്പുണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം എന്ത് ചെയ്യും? ഇതുണ്ടെന്നേ. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു വരമാ. അപ്പൊ ഇത് കഷ്ടത മാറാനാണോ ആരാധിക്കണ്ടേ? ഞാൻ പറയുന്നത് വരുന്നത് ദൈവത്താൽ വരുന്ന നമ്മൾക്ക് ദൈവസന്നിധിയിൽ വന്നപ്പോൾ ഉണ്ടാകുന്ന നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കാര്യമല്ലേ ഞാനീ പറഞ്ഞു വരുന്നേ. അപ്പൊ കഷ്ടതയുള്ള കാര്യം എന്താ? നിശ്ചയമായും അത് മാറാനാണോ ആരാധിക്കണ്ടേ? പിന്നെ ചിലർ പറഞ്ഞ വിടുതലിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാ. പക്ഷെ ആരാധന അതല്ല. ആരാധന എന്ന് പറയുന്നത് നമുക്കുണ്ടാകേണ്ട ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മെ ദൈവത്തിലേക്ക് എന്ത് ചെയ്യുന്നത്. റോമാലേഖനം 12-ാം അധ്യായം പ്രസംഗിച്ച കാര്യം ദൈവമക്കൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ കർത്താവിന്റെ മനസ്സലിവ്. എന്താ മനസ്സലിവ്? നമ്മൾ വളരെ ചിന്തിച്ചതാ. എന്നെ രക്ഷിച്ച രക്ഷകൻ, എന്നെ നീതീകരിച്ച കർത്താവ്, എന്നെ വിശുദ്ധീകരിക്കുന്നത്, ആ കർത്താവിന്റെ മനസ്സലിവ് ഓർത്ത ഞാൻ ദൈവത്തെ എന്ത് ചെയ്യുന്നത്. ഈ ഒരു വെളിപ്പാട് അകത്തുണ്ടായാൽ മറ്റെല്ലാം നമുക്ക് സെക്കൻഡറിയാണ്.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ആവശ്യം എന്താ? സെക്കൻഡറി ആവും. എന്താ തിന്നണ്ടേ, എന്താ ഉടുക്കേണ്ടേ, എന്താണ് കുടിക്കേണ്ടത് എന്നുള്ളത് എന്തായി മാറും? കാരണം നമ്മുടെ ഏറ്റവും പ്രൈമറി ആയ ചിന്ത എന്ന് പറയുന്നത് കർത്താവാണ് എന്നെന്ത് ചെയ്യും? നമ്മൾ ഈ വിശ്വാസം എന്നൊക്കെ പറയാറില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും വിശ്വാസം അതല്ലേ? അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാ വിശ്വാസം? എന്തിനാ നമ്മൾ വിശ്വസിക്കുന്നത്? ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല. പക്ഷെ യഥാർത്ഥ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ജീവിതത്തോട് തട്ടി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തോട് നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ പാമ്പടിഞ്ഞു പോവുകയാണെങ്കിൽ ഏതിനം പാമ്പാണെന്ന് അറിയണമെങ്കിൽ ചെറിയ മൺപൊടി എന്ത് ചെയ്യണം? നല്ല ഇനമാണ്, അന്നേരം എന്ത് ചെയ്യും? ഇത് രണ്ട് രീതി ഞാൻ ഉപയോഗിക്കാറുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിലും തിരിച്ചറിയുന്ന ഇതുപോലെ ചില മൺപൊടികൾ നമ്മുടെ ദേഹത്ത് വീഴുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ. അതുപോലെ ഒരു കാര്യമാണ് നടക്കും. ആ മൺപൊടി വീഴുമ്പോഴേ അറിയത്തുള്ളൂ നമ്മുടെ തനി സ്വഭാവവും. മൺപൊടി വീഴുമ്പോഴേ നല്ല ഇനമാണെങ്കിൽ അന്നേരം പൊങ്ങും. അന്നേരം എന്ത് ചെയ്യും? പൊങ്ങും. അവിടെ നമുക്ക് കൃത്യമായി അറിയാം നമ്മുടെ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. കഷ്ടതയിലൂടെ പോകുമ്പോഴാണ് ഒരു ഭക്തന്റെ യഥാർത്ഥ ഭക്തി പുറത്തു വരുന്നത്. അതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കഷ്ടതയിലൂടെ പോകുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് റോമാലേഖനത്തിൽ കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത. ആ പദം സിദ്ധത എന്ന പദം പ്രൂവൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ തെളിയിക്കപ്പെട്ട സ്വഭാവം. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, അതൊരിക്കലും മാറില്ല. ശീലങ്ങൾ നമുക്ക് മാറ്റാം, പക്ഷെ ഒരുവന്റെ സ്വഭാവം അത് അവനോട് അലിഞ്ഞിരിക്കുന്ന ആ സ്വഭാവമാണ് എന്നെ നിങ്ങളെ ആരാണെന്ന് പറയുന്നത്. എന്നെ നിങ്ങളെ നിർവചിക്കുന്നത് എന്തിലാ? ആ സ്വഭാവം അല്ലേ? മോനച്ചൻ പാസ്റ്റർ എന്ന പേര് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും അല്ലേ? മാത്യു ചാൻ പേര് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിട്ട്. എൻ്റെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? അപ്പം നമ്മെ നിർവചിക്കുന്ന എന്താ? കഷ്ടതയിലൂടെ പോകുന്ന വ്യക്തിക്ക് കൃത്യമായി അറിയാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥ പ്രൂവൻ ക്യാരക്ടർ എന്താണെന്ന്. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾ വിട്ടു പോകരുത്. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ കർത്താവ് പറയുക, അവരോട് ചോദിക്കുക, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിട്ട് കർത്താവ് പറയുക, ആഹാരത്തെക്കാൾ എന്താ? ജീവൻ. ലൈഫ് ഓർ എ സോൾ ഈസ് ഗ്രേറ്റർ ദാൻ ഫുഡ്. അടുത്ത പറയുക, ആൻഡ് ദ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോത്തിങ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആഹാരത്തെക്കാൾ ജീവനും, അടുത്തത് ഉടുപ്പിനേക്കാൾ ആഹാരത്തെക്കാൾ എന്താ വലുത്? ജീവൻ ആരാ തന്നേ? അടുത്ത നോക്കിക്കേ, ഉടുപ്പിനേക്കാൾ ശരീരം ആരാ തന്നേ? നിങ്ങളുടെ ചിന്ത എന്താ? എന്ത് തിന്നും? അതെന്തിനാ? ഈ ജീവൻ നിലനിർത്താൻ. അടുത്ത നോക്കിക്കേ, ഉടുപ്പിനേക്കാൾ. അടുത്ത ചോദ്യം, നിങ്ങൾ എന്ത് ഉടുക്കും? അപ്പൊ ഇവിടെ കർത്താവ് പറയുക, നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും അതെന്തിനു വേണ്ടിയാ? നിങ്ങളുടെ എന്ത് നിലനിർത്താൻ വേണ്ടിയാ? ജീവൻ നിലനിർത്താൻ വേണ്ടിയാ. അടുത്തത്, നിങ്ങളുടെ ശരീരത്തിന്റെ നാണം മറയ്ക്കാൻ വേണ്ടിയാണ് എന്തെന്ന് പറയുന്നത്? സ്തോത്രം. എന്ന് മറയ്ക്കാൻ വേണ്ടിയാ?
ഞാൻ അതിലേക്ക് ഇപ്പം പോകുന്നില്ല, വിഷയത്തിലേക്ക് മാറിപ്പോവാതിരിക്കാൻ ഞാൻ അതുകൊണ്ട് പോകുന്നില്ല അതിലേക്ക്. നമുക്ക് പിന്നീട് ആ വിഷയത്തെ തൊടാം. അപ്പം ഉടുപ്പിനേക്കാൾ ശരീരം എന്തല്ലോ. അപ്പൊ എന്താ കർത്താവ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? ജീവൻ തന്ന ആരാ? ശരീരം തന്ന ആരാ? നിങ്ങളുടെ വെറി മൊത്തം ഈ ജീവനെ എങ്ങനാ നിലനിർത്തുന്നത്? നിങ്ങളുടെ ചിന്ത മൊത്തം ഈ ശരീരത്തെ എങ്ങനാ നിലനിർത്തുന്നത്? ഇവിടെ കർത്താവ് എന്നാ പറഞ്ഞെന്നറിയോ? ഈ ശരീരത്തെയും ജീവനെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവനെ തന്നത് കർത്താവാണെന്ന്. നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ശരീരത്തെ തന്നത് ആരാണ്? അപ്പൊ കർത്താവ് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ശരീരത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ജീവനെ നിലനിർത്താൻ ഇത്രയധികം നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, വിചാരിക്കപ്പെടുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇതിനെ നിർമ്മിച്ചവൻ അത് അധികമായി കരുതുമെന്നത് മനസ്സിലാക്കാത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? ജീവൻ തന്നതാരാ? പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? ജീവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? നിലനിർത്താൻ ശ്രമിക്കുന്നത്. ജീവൻ നിലനിർത്തുന്നവരാണോ വലുത്, ജീവൻ തന്നവനാണോ വലുത്? അപ്പം കർത്താവ് ചോദിക്കുക, നിങ്ങൾ ആ ജീവൻ നിലനിർത്താൻ ഇത്ര നിങ്ങൾ വിചാരപ്പെടുന്നുവെങ്കിൽ ജീവൻ തന്ന കർത്താവ് എത്ര അധികമായി? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദൈവമക്കളെ? ശരീരത്തെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ തന്നവൻ എത്ര അധികം. പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. തന്ന ദൈവത്തിനറിയാം നിങ്ങളെ എങ്ങനാ പുലർത്തണ്ടേ എന്ന്. ജീവനെ തന്നവനറിയാം, ശരീരത്തെ തന്നവനറിയാം അതിന് എങ്ങനാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം അടിവരയിട്ടൊരു കാര്യം പറയാം. ജീവൻ തന്നത് കർത്താവാണെങ്കിൽ, ശരീരം തന്ന കർത്താവാണെങ്കിൽ അതിനുള്ളതും കൂടെ കർത്താവ് തരും. അതിനുള്ളതും കൂടെ നമ്മൾ കൂടുതൽ കടന്ന് വിചാരപ്പെട്ടിട്ടൊന്നും ഒരു കാര്യം നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ. അപ്പൊ ഏതാ വലുത്? ഉടുപ്പിനേക്കാൾ വലുതെന്താ? ആഹാരത്തേക്കാൾ വലുതെന്താ? അപ്പൊ 25-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് തന്നെ കർത്താവ് മറുപടി നൽകി. നിങ്ങൾ വിചാരിക്കപ്പെടുന്നതിനെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട. കർത്താവിന് അറിയാം ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി. ഇനി ഒരു കാര്യങ്ങൾ എന്നാണ് നോക്കി, നമ്മൾ എന്തിനാ ഈ ഇത്രയും കിടന്ന് അധ്വാനിക്കുക? നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാ? അല്ലേ? ഈ കാര്യം തീർക്കാൻ വേണ്ടിയല്ലേ? ഇതൊന്നും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അല്ലെന്ന് തോന്നുന്നു. നമ്മളെല്ലാം ഇതൊന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയല്ലേ? അപ്പൊ കർത്താവ് പറയുക, നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, വെറുതെ ചെയ്യണ്ട. ഇന്ന് രാത്രി നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിച്ചുണ്ട് പോകാമോ? ശരീരം നിലനിർത്താൻ ഞാൻ ശ്രമിക്കാൻ, ശരീരം തന്ന ദൈവം ഇതിനെ കൊണ്ടു നടത്തുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശരീരത്തിന്റെ ഓണർ ആരാ? ഈ ജീവന്റെ ഓണർ ആരാ? അപ്പം ദൈവം വിചാരിക്കാൻ എന്തെങ്കിലും നടക്കുമോ? ഇതാകണം നമ്മുടെ വിശ്വാസം, ഇതാകണം നമ്മുടെ പ്രത്യാശ. ഈ ഒരു വെളിപ്പാടകത്തുള്ളവൻ ഏത് അവസരത്തിൽ എന്ത് ചെയ്യത്തില്ല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ ജീവൻ തന്നവൻ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ശരീരം തന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കേ, ഏതിനാ മുഖ്യസ്ഥാനം കൊടുക്കണ്ടേ? അല്ലേ? ദൈവത്തിന് എന്ത് ചെയ്യേണ്ടത്? ഇത് പറഞ്ഞിട്ട്
നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായിരുന്നു? 25-ാം വാക്യം മനസ്സിലായെന്ന് തോന്നുന്നു കൃത്യമായി. ഇതാണ് 25-ാം. അതുകൊണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം എന്ത് തിന്നും? അത് ബേസിക് നീഡാ. അതിനുശേഷം കർത്താവ് പറയുക, ആഹാരത്തേക്കാൾ ജീവനും, അടുത്തത് ഉടുപ്പിനേക്കാൾ. ഇനി ശ്രദ്ധിച്ചോണേ, ഞാനിങ്ങനെ അങ്ങ് വിശ്വസിക്കുക കേട്ടോ, ഞാനിങ്ങനെ അങ്ങ് വിശ്വസിക്കുക. ബൈബിളിൽ അങ്ങനെ ഇല്ല, എങ്കിലും ഞാൻ അങ്ങ് വായിച്ച വിശ്വസിക്കുക. കർത്താവ് ഈ ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലയോ എന്ന് ചോദിച്ചിട്ടൊന്നും ഇവർക്ക് എന്ത് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ കർത്താവ് ഇതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, വിവരിക്കുക. വിവരിച്ചിട്ട് കർത്താവ് പറയുന്ന പദമാണ് 26-ാം വാക്യം നോക്കിയേ. ആകാശത്തിലെ. അപ്പൊ ഒന്നാമത്തെ കർത്താവ് എടുക്കുന്ന എക്സാമ്പിൾ എന്തിനെ നോക്കണം? പറവകളെ നോക്കണം. അടുത്തത്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ എന്ത് ചെയ്യുന്നില്ല. അടുത്തത്, എങ്കിലും സ്വർഗസ്ഥനായ ആരുടെ പിതാവ്? ആരുടെ പിതാവ്? നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ അടുത്ത പദം മറക്കരുത്. നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. അപ്പൊ ഒന്നാമത്തെ എക്സാമ്പിള് കർത്താവ് പറയുക, നിങ്ങൾ എന്തിനെ നോക്കണം? ആകാശത്തിലെ പറവ എന്ത് ചെയ്യണം? നോക്കണം. ഈ ചില ട്രാൻസ്ലേഷനകത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് പറവ എന്നല്ല, അതിനകത്ത് ഉപയോഗിച്ച പദം റാവൻസ് എന്ന്. റാവൻസ് എന്ന് പറഞ്ഞാൽ കാക്ക. ആകാശത്തിലെ കാക്കയെ നോക്കി റാവൻസ് എന്ന ചില ട്രാൻസ്ലേഷൻ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ സഹോദരിമാരൊരു ചോദ്യം ചോദിച്ചോട്ടെ, വളരെ രസകരമായൊരു ചോദ്യം ചോദിക്കട്ടെ. സഹോദരന്മാർക്കും അതിനകത്ത് പങ്കെടുക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഉത്തരം തരുന്നതിനകത്തും. രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് നിങ്ങൾ സാധാരണ പോകാറുണ്ടല്ലോ അല്ലേ? സാധാരണയൊക്കെ നമ്മൾ ചെയ്യുന്ന നേരെ അടുക്കളയുടെ കഥയൊക്കെ പണ്ട് ആദ്യം തുറന്നു കഴിഞ്ഞ് ആ ശുദ്ധ വായുവൊക്കെ കയറിയ നമ്മൾ എന്ത് ചെയ്യുന്നത്? കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കാക്ക അവിടെ ഇരിക്കുന്നത് കണ്ടു. എന്ന് നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചു? നിങ്ങൾ ഏതെങ്കിലും കാക്കയോട് ചോദിച്ചോ എന്നാ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരുമോ? ചോദിച്ച ചോദ്യം മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും കാക്കയോട് ചോദിക്കുമോ എന്നാ കാക്ക ഇങ്ങനെ? ഓരോ ദിവസം കഴിയുന്നതും കാക്കയോട് ചോദിക്കുമോ? ഇനി ഒരു മനുഷ്യനും അതിന്റെ ക്ഷീണം ഐഡന്റിഫൈ ചെയ്യാനും ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? വിതയ്ക്കാത്ത, കൊയ്യാത്ത, കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത, ആത്മാവില്ലാത്ത ആ കാക്കയെ ദൈവം അത്ര ശ്രേഷ്ഠകരമായി നടത്തുമെങ്കിൽ നമ്മളെ ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ല. എൻ്റെ സ്വയസിദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാക്കയെ ഇത്ര ബലത്തോടെ നടത്തുന്ന ദൈവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനെ തന്ന, ശരീരത്തെ തന്ന ദൈവം എത്ര? ഇതൊക്കെ കർത്താവിൻ്റെ നേരിട്ടുള്ള ഇതെല്ലാം ഉണ്ടെങ്കിലും 1000 രൂപ പറഞ്ഞാൽ എന്നോട് ഇത് തന്നെ ചെയ്യണമായിരുന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചിട്ട് ഉപവാസം എടുത്തിട്ട് എന്നോട് തന്നെ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല? ചോദിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? സ്തോത്രം.
അല്ലെങ്കിൽ നമ്മൾ അത്രയൊക്കെ കടന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ നല്ല വിശ്വാസികളായുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്കിലും ചിലരെ കടന്ന് പറയും. മിസ്രൈമിൽ നിറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ജനം പറഞ്ഞല്ലേ, ഞങ്ങൾ അവിടെ ഇറച്ചിക്കലങ്ങളുടെ. പക്ഷെ ഇതിനകത്തോട്ട് ഇറങ്ങിയ മുതൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ എണ്ണം ഇങ്ങോട്ട് ഇറങ്ങി എന്ന് പറയുന്നത് ഇപ്പം നിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ മാറ്റാൻ. കർത്താവ് ബെസ്റ്റ് എക്സാമ്പിൾ അവിടെ പറഞ്ഞത്. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, ആത്മാവില്ലാത്ത കാക്കേ പറവേ, ആത്മാവ് ഇല്ലാത്ത. അപ്പൊ ആത്മാവുള്ള നമ്മളെ എത്രയധികം. ദൈവമക്കളെ, ഈ ബൈബിൾ ക്ലാസ്സിലൂടെ നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണ് എങ്കിൽ ഒരു കാര്യം അടിവരയിട്ട് പറയാം, ദൈവം നമ്മുടെ കാര്യം നോക്കും എന്നുള്ളതിന് യാതൊരു മടിയില്ല. അതിന്റെ അർത്ഥം ഞാൻ പഠിപ്പിക്കുന്ന കഷ്ടതയില്ലെന്നല്ല. നോ, അങ്ങനെ ഞാൻ പഠിപ്പിക്കാറില്ല, ദൈവവചനം പഠിപ്പിക്കുന്നുമില്ല. ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും വരത്തില്ലെന്നല്ല, നിശ്ചയമായും അതൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇവിടൊക്കെ നമ്മൾ തളരാതെ നമ്മെ കൂടെ ചേർക്കുന്ന ഒരു കരം, അത് നമ്മുടെ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടാകുന്നത്. അത് നിശ്ചയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി, കർത്താവിനെ അറിഞ്ഞ സമയം നിങ്ങൾ തിരിഞ്ഞു നോക്കി. കഷ്ടത ഉണ്ടാകാതിരുന്നിട്ടില്ല, കഷ്ടത ഇഷ്ടം പോലെ. എനിക്കൊന്ന് ബിനുവാൻറ്റി ജയമോചനം പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇറങ്ങിയാൽ പിന്നാണ് എന്ത് ചെയ്തത്, കഷ്ടത എന്ത് ചെയ്ത് കൂടിയത്. പണ്ട് ഇത്രയൊന്നും സത്യമാ. ഇതിനകത്ത് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവനോട് പോലും കാണത്തില്ലായിരുന്നു. ഇതുപോലത്തെ കഷ്ടതയൊക്കെ ഇതിനകത്ത് ആയതുകൊണ്ടാണ്. അതെ, ഇതിനകത്ത് എന്ത് ചെയ്തോണ്ടാ? കാരണം നാം പോലും പ്രതീക്ഷിക്കാതെ കർത്താവ് നമ്മെ കരങ്ങളിൽ വഹിച്ചു. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? നിശ്ചയമായും തൊട്ടടുത്ത് നിൽക്കുന്ന അയൽവക്കാരന്റെ വീടിന്റെ അത്രയും നമുക്ക് കാണത്തില്ലായിരിക്കാം, പക്ഷെ അവനില്ലാത്ത ഒന്ന് നമുക്കുണ്ട്. അത് യേശുവിനെ അറിഞ്ഞു. നമ്മൾ തൊട്ടയൽവക്കത്തുള്ളവന്റെ സാമ്പത്തിക ഭദ്രത എനിക്കുണ്ടാകണമെന്നില്ല, പക്ഷെ അവനില്ലാത്ത ഒരു ഭദ്രത എനിക്കുണ്ട്, എന്റെ ആത്മാവിന്റെ ഭദ്രത. തൊട്ടയൽവക്കത്തുള്ളവന്റെ കാർ എനിക്കുണ്ടാകണമെന്നില്ല, പക്ഷെ അവനേക്കാൾ ഒരു സംരക്ഷണം എനിക്കുണ്ട്, അത് യേശുവിന്റെ കരമാണ്. അതാ ഇതിനകത്ത് വന്നപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. ഇനി ഞാനതാ പറയാൻ വന്നത്. കഷ്ടത ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇതെല്ലാം എന്തുണ്ടായിരുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ. പക്ഷെ ഭംഗിയായിട്ടാ പലതും എല്ലാം എന്ത് ചെയ്ത്. ഇതാ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വർണ്ണിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ആകാശത്തിലെ പറവകളെ എന്ത് ചെയ്യണം? ഇവിടെ കർത്താവ് പറയുന്ന ആ പദങ്ങൾ ശ്രദ്ധിക്കണം. അവ എന്ത് ചെയ്യുന്നില്ല? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ എന്ത് ചെയ്യുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ എന്ത് ചെയ്യുന്നു? അവയെന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ ഇങ്ങനെ പറയാം കേട്ടോ. ബേർഡ്സ് ഡോണ്ട് ഫാം or save food, yet God provide for them daily. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിലും
ദിനം പ്രതി ദൈവം എന്തിനെ നടത്തുന്നു, പറവി എന്ത് ചെയ്യുന്നു. ഞാനത് എനിക്കറിയാം, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അകത്തുനിന്ന് പോകരുതെന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്. എങ്കിലും സ്വർഗസ്നായ പിതാവെ പുലർത്തുന്നു, അവയേക്കാൾ നിങ്ങൾ എന്താകുന്നു. ഈ ദൈവവചനം വായിച്ചാൽ പോലും നമുക്കറിയാവുന്ന ദൈവം മൃഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന കരുതുന്ന, അതിന് യാതൊരു മാറ്റവും ഇല്ല. സങ്കീർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് വന്നാൽ ഞാൻ ആ വാക്യം ഒന്നെടുത്തോട്ടെ. നിങ്ങൾ നോക്കി 104 സങ്കീർത്തനം 27, 28 നോക്കി. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ എന്ത് ചെയ്യുന്നു, പെറുക്കുന്നു. അടുത്തത്, തൃക്കൈ തുറക്കുമ്പോൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യോബിന്റെ പുസ്തകത്തിൽ നമുക്കെല്ലാം വളരെ പരിചിതമായൊരു വാക്യമുണ്ട്. കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് ചോദിക്കുക. യോബിനോട് കർത്താവ് ചോദിക്കുക, അതിന് തീൻ എത്തിച്ച് കൊടുക്കുന്നവൻ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം ഞാനീ പറഞ്ഞത്. കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത്. യോബ് 38-41, സങ്കീർത്തനം 104 27, 28 ഈ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് എന്ത് ചെയ്യുന്ന, അവയെ പുലർത്തുന്നു, അവയെ എന്ത് ചെയ്യുന്നു. ഞാനതിനെ അവസാനിപ്പിച്ചോട്ടെ. ഒറ്റ ചോദ്യം ഇങ്ങനെ, ആത്മാവില്ലാത്ത പറവകളെ കർത്താവ് ഇത്ര കരുതുന്നുവെങ്കിൽ നമ്മെ ഒന്ന് സ്തോത്രം പറയാമോ? നമ്മെ ഞാൻ ഈ ആത്മാവില്ലാത്ത കാക്കയെന്ന് പറയുമ്പോൾ എന്നെ എപ്പോഴും ടച്ച് ചെയ്യുന്നത്, എത്ര കരുതുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭൗതികത്തെക്കാട്ടിലൊക്കെ വലുത് എൻ്റെ ആത്മാവിനെ കരുതിയത് കൊണ്ടാണ് കർത്താവ് യേശുവിനെ എനിക്ക് വേണ്ടി തന്നത്. അതൊരൊറ്റ കാര്യം മതി ഈ ജീവിതത്തിന്റെ അവസാനം വരെ എന്ത് ചെയ്യാൻ. ആ ഒരൊറ്റ കാര്യം മതി. ഇപ്പം നമ്മൾ കൈ ഉയർത്തി സ്തോത്രം പറയുന്ന പോലെ ജീവിതകാലം മുഴുവനും സ്തോത്രം പറയുന്നു. ഉറപ്പ് എനിക്കുണ്ട്, എൻ്റെ ആത്മാവ് നശിക്കുകയില്ല കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്. നിത്യജീവൻ എനിക്കുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മറ്റു രീതിയിലല്ല. കർത്താവ് ഭൗതികമായ തരത്തിലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും വലിയ കരുതൽ അതായിരുന്നു, ഏറ്റവും വലിയ കരുതൽ. അത് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ദൈവം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കർത്താവായ ആ നന്മയ്ക്കപ്പുറമായി മറ്റൊരു നന്മ ഇല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം പറയാം, യേശുവിനെ അറിഞ്ഞതാ ഏറ്റവും വലിയ നന്മ. യേശു കർത്താവായതാ ഏറ്റവും വലിയ നന്മ. യേശു നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതിയത് കൊണ്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചതാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭാഗ്യം. അതുകൊണ്ട് ഈ തിരുവചനം നാം കേൾക്കുമ്പോൾ കൃത്യമായി നമ്മുടെ മനസ്സിനകത്തേക്ക് വരേണ്ട ഒരു കാര്യം, ഈ യേശുവിനെ കൂടാതെ ഒരു ജീവിതം എനിക്ക് പാടില്ല എന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് നമ്മൾ വരേണ്ടത്. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുത്താൽ മറ്റീ ലോകത്തിൽ ഉണ്ടാകുന്ന ഏത് സൗഭാഗ്യങ്ങളെക്കാട്ടിലും, ഏത് വലിയ വിടുതലിനെക്കാട്ടിലും ഏറ്റവും വലിയ വിടുതൽ ക്രിസ്തുവിനെ അറിയുന്നു. നമ്മൾ പറയും ഏറ്റവും വലിയ അത്ഭുതം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ്. കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു അല്ലേ? ലാസറിനെ എന്ത് ചെയ്തു? പിന്നീട് ലാസർ പിന്നെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ലാസർ ഇന്നും എന്ത് ചെയ്തേ? പക്ഷെ അതിനേക്കാട്ടും ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയാമോ? നമുക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നും കൂടെ ചേർന്ന് പറഞ്ഞാൽ
ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അതാ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാ, യേശുവിനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോടും ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, ഈ കർത്താവിനെ നമുക്ക് സേവിക്കാൻ ഇറങ്ങിയതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാനുള്ളൊരു മാർഗം. ഇനി അങ്ങനെ അല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാകണം ജീവിതത്തിലെ ഏറ്റവും അവസരം, ആ കർത്താവിനെ അറിയാൻ. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, എൻ്റെ നിത്യജീവന് വേണ്ടി കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ ഓർക്കുമ്പോൾ ആ യേശുവിനെ മാത്രമാകണം എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ കർത്താവ് 1-ാമത്തെ വാക്യത്തിൽ പറയുക, 25-ാമതിൽ ആകാശത്തിൽ എന്ത് ചെയ്യണം? പറവുകളെ നോക്കണം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുക. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിചാരപ്പെടുന്നതിനെ തൻ്റെ ആർക്ക് കഴിയും? നിക്കട്ടെ മതി. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് എന്ന് പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ചോദിക്കുക, നിങ്ങളുടെ ലൈഫിനോട് ഒരു നീളം നിങ്ങൾക്ക് കൂട്ടാൻ? എന്നും അങ്ങ് വിചാരമാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും? നിങ്ങളിങ്ങനെ വിചാരപ്പെട്ട് ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോടോ ലൈഫിനോടോ ഒന്നും കൂട്ടാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ അതിൻ്റെ മൂലഭാഷയിൽ ലിറ്ററലായിട്ട് ട്രാൻസ്ലേഷൻ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, അത് ലിറ്ററൽ ഗ്രീക്കിൽ റീഡ് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെയാണ്. അത് കൃത്യമായി മലയാളത്തിൽ എനിക്ക് പറയാൻ അറിയത്തില്ല, എങ്കിലും ഞാനത് പറയാം, ഇംഗ്ലീഷ് വായിക്കാം. ആഡ് എ സിംഗിൾ ക്യൂബിറ്റ് ഓഫ് യുവർ സ്റ്റാച്ചർ. ആഡ് എ സിംഗിൾ ക്യൂബിറ്റ്. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ ഒരു ക്യൂബിറ്റ്, ഒരു ക്യൂബിറ്റെങ്കിലും നിങ്ങൾക്ക് മുൻപോട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? ഒരല്പമെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. പിന്നെന്തിനാ? മനസ്സിലായോ ദൈവമക്കളെ? ഒരു ക്യൂബിറ്റെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കർത്താവ് ചോദിക്കുക, പിന്നെന്തിനാ വിചാരപ്പെടുന്നേ? ഒരു ചോദ്യം പോലെ ആർക്കാ ഇതിന് കഴിയുന്നേ? ഇനി നിങ്ങൾ നോക്കിയാൽ ഞാൻ അതിനെ ഒന്ന് കണക്ട് ചെയ്യാം മറ്റേ ആ 25-ാമത്തെ വാക്യത്തിനും. ആഹാരത്തെക്കാൾ ജീവൻ. അപ്പം ജീവൻ തന്നത് ആരാ? അപ്പം ജീവൻ തന്നവനെ ജീവനെ എന്ത് ചെയ്യത്തുള്ളൂ? അപ്പൊ ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കേ. ആ ജീവൻ നിങ്ങൾ ഇത്ര അങ്ങ് ടെൻഷൻ അടിക്കുന്നത് വേറെ ആവുന്നതുകൊണ്ട് അതിനെ ഒരു ശകലമെങ്കിലും, ഒരു ക്യൂബിറ്റെങ്കിലും നിങ്ങൾക്ക് നീക്കാൻ. അപ്പം പിന്നെ എന്തിനാ? മനസ്സിലായി ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം? ഇത്ര ഉള്ളന്നേ. ദൈവമാണ് തന്നതെങ്കിൽ ദൈവം നടത്തും. ഇനി ഒന്നും കൂടെ ഞാൻ ഒരു വാക്കോട് ചേർത്ത് പറഞ്ഞാൽ, ദൈവത്തിന്റെ പർപ്പസ് എന്ത് ചെയ്യും? അത് നടക്കത്തുള്ളൂ. അതേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളെത്ര വിചാരപ്പെട്ടാലും കർത്താവിന്റെ ഹിതം എന്ത് ചെയ്യണം? അതാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ പല ചോദ്യങ്ങളല്ലേ. അതെന്താ ഇങ്ങനെ? ഇതെന്താ? എന്തുകൊണ്ട് അത് ചെയ്യാത്ത? എന്തുകൊണ്ട് ഇത് തുറക്കാത്ത? നമ്മുടെ മുമ്പിൽ ഓൾവേസ് വി ഹാവ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും നമുക്ക് എന്താ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഇതിനെ ഓർത്തങ്ങ് ടെൻഷനാ, ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മൾ തമ്മിൽ അങ്ങ് എന്ത് ചെയ്യും? തന്നെ എന്ത് ചെയ്യുക? ചാകുക. ഇത് നമ്മുടെ ഒരു ജീവിതത്തിൽ എന്ത് ചെയ്യുക? അവിടെ കർത്താവ് ചോദിക്കുന്നു, ഒരു ക്യൂബിറ്റ്
1 ക്യൂബിറ്റ് ഇതെല്ലാം അടിച്ച് നിനക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? തന്നതാരാ? അത് പറയുമ്പോൾ എന്ത് ചെയ്യണം? അപ്പം പിന്നെ എന്തിനാ? ആ ദൈവം പുലർത്തത്തില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം ചുമ്മാ കേട്ടിട്ട് പോകരുത്. ഇത് ഹൃദയത്തിന്റെ പലകയ്ക്കകത്ത് ഉണ്ടാകണം. ഈ ഒരു വെളിപ്പാട് അകത്ത് കയറിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകത്തുള്ളൂ. Can you add a single cubit to your stature? അതുകൊണ്ട് കർത്താവിടെ പറയുക, നിങ്ങൾ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ എന്ത് ചെയ്യണം? ഇനി എൻ്റെ ഒരു ഭാഗം ശ്രദ്ധിച്ചോണേ. ഇത് പറഞ്ഞാലൊന്നും പിന്നെ നമുക്ക് സമാധാനം ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ എന്ന് കർത്താവ് ചോദിച്ചാലും പിന്നെയും നമ്മൾ അപ്പൊ കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ അവ ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടുണ്ടോ? ഇല്ലല്ലോ. ആത്മാവില്ലാത്ത അതുങ്ങളെ കർത്താവ് നിങ്ങളെ എത്ര അടുത്തത് ചോദിച്ചു. ഇതെല്ലാം ടെൻഷൻ ഇങ്ങനെ അടിച്ചു നടന്നിട്ട് നിങ്ങൾക്കൊരു ക്യൂബിറ്റെങ്കിലും, ഇത്രയും ചോദ്യം ചോദിച്ചാലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ശാന്തമാകേണ്ടതാ. എങ്കിലും എന്ത് ചെയ്യുന്നില്ല. പിന്നെ നമുക്കെന്താ? അവിടെ കർത്താവ് പിന്നെ അടുത്തൊരു ചോദ്യം. എന്നിട്ട് കർത്താവ് പറയുക, ഉടുപ്പിനെ കുറിച്ച് ആദ്യത്തെ വിചാരം എന്തായിരുന്നു? ആഹാരം. അപ്പൊ കർത്താവ് പറഞ്ഞു, അതിനെ നോക്കിയാൽ മതി, എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് 28ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കണ്ടത്, പറവകളിൽ നിന്ന് അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് കർത്താവ് മാറി ഫ്ലവേഴ്സിലേക്ക് പോവുക. അത് എന്തുമായിട്ട് കണക്ട് ചെയ്യുക? നമ്മുടെ ഉടുക്കുന്നതുമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ കർത്താവ് പറഞ്ഞത് എന്തിനെയാ? പറവേ. അതെന്തുമായിട്ട് ബന്ധമാ? ഭക്ഷണവുമായിട്ട്. രണ്ടാമത്തെ കർത്താവ് ഇവിടെ പറയുന്നത് നമ്മുടെ ഉടുക്കുന്നതുമായിട്ട്. അതിന് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം താമരയ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്താ? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമ പോലും തന്റെ സർവ്വമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ഈ ഭാഗം നന്നായി ശ്രദ്ധിച്ചോണം കേട്ടല്ലോ. ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് കൊടുത്തുള്ളൂ. ഇവിടെ കർത്താവ് പറയുക, വയലിലെ താമര എന്ത് ചെയ്യണം? എന്താ ഇതിന്റെ പ്രത്യേകത? താമരയുടെ പ്രത്യേകത അതൊക്കെ ഞാൻ സമ്മതിച്ചു, നല്ലതാണ്, അത് അതിനകത്താ വളരുന്നേ. പക്ഷെ മുകളിൽ വരുമ്പോ എന്താ കാണാൻ? താഴോട്ടാണ് നോക്കുമ്പോൾ ചേറാണ്, പക്ഷേ എന്താ ഭംഗിയുള്ളത് ഏതെന്ന് പറയുന്നത്? ആണോ അല്ലയോ? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? എത്ര കണ്ടാലും നമ്മൾ ഒന്നിനെ കണ്ടാൽ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ്, ഇത്ര ഭംഗിയുള്ളതാണെങ്കിലും ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് കുറച്ച് നേരം തന്നെയുള്ളൂ. ഷോർട്ട് പീരീഡാ, ഷോർട്ട് ടൈമാ അല്ലേ? അപ്പൊ ഒരു രീതി പറഞ്ഞ ഒരു സൈഡിൽ നോക്കാൻ ബ്യൂട്ടിഫുൾ ആണ്, എന്നാൽ മറ്റേ സൈഡിൽ കാണുന്ന ഷോർട്ട് ലീവ്ഡാണ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാ. എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്ത് ചെയ്യും? പാടി. പക്ഷെ വിടർന്ന് നിൽക്കുന്ന കാണാൻ, പക്ഷെ നാളെ ചെന്ന് നോക്കിയാൽ കാണണമെന്ന് കർത്താവ് പറയുക. ഇങ്ങനെ വിടർന്ന് വാടിപ്പോകുന്ന ഈ താമരയെ കർത്താവ് ഇത്ര മനോഹരമായി ചമച്ചെങ്കിൽ
നിങ്ങളെ എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും സമാധാനം ഇല്ലാഞ്ഞിട്ടാണ് കർത്താവ് അടുത്തൊരു പദം കൂടെ അവിടെ ഉപയോഗിച്ചു. ആ പദം ഇങ്ങനെ, അവ അധ്വാനിക്കുന്നില്ല. ആ രണ്ട് പദം, അധ്വാനിക്കുന്നില്ല ഉണ്ടോ? ഏതിന്? ഈ ഉടുപ്പിടാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടത്? ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടി അത് അധ്വാനിക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടല്ലേ? പോട്ടെ, ആ ഭാഗം വിട്ടേക്കാം അല്ലേ. അധ്വാനിക്കുന്നില്ല, നോൽക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇതില്ലാത്ത കർത്താവ് അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. അടുത്ത വാക്യം കണ്ടോ? എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട്. കർത്താവ് ഇവിടെ ഒരു കോൺട്രാക്സ്റ്റ് ചെയ്യുക. എന്തുമായിട്ട്? ശലോമോനുമായിട്ട്. ശലോമോന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ, ഇസ്രായേലിലെ സമ്പന്നനായ രാജാക്കന്മാരിൽ ഒരു രാജാവാണ് ആരെന്ന് പറയുന്നത്. ഇനി ഈ രാജകൊട്ടാരം നിങ്ങൾ കാണാൻ കഴിയുന്ന എന്നാ? എല്ലാം രാജകീയമായ വസ്ത്രങ്ങളല്ലേ? അല്ലേ? നമ്മളെ രാജാക്കന്മാരുടെ സമയത്തല്ല ജീവിക്കുന്ന, അല്ലെങ്കിൽ പോലും രാജാക്കന്മാരുടെ വസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ചരിത്രങ്ങളിൽ നമുക്കറിയാം. എത്ര വില കൂടിയതും ഏതെല്ലാം തരത്തിലുള്ള മോടിയോടുകൂടിയൊക്കെ ഉള്ളതാ രാജാക്കന്മാരുടെ വസ്ത്രം. അപ്പം റോയൽ ഗാർമെന്റ്സാ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? ശലോമോൻ രാജകൊട്ടാരത്തിൽ. കർത്താവ് പറയുന്നത് പദമുണ്ടോ? അവൻ ഇത്ര സമ്പന്നനായ റോയൽ ഗാർമെന്റ്സ് ഉള്ള ശലോമോൻ പോലും ഇതിന്റെ അത്ര എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായോ? ഹലോ, ശ്രദ്ധിക്കുക. എഴുതുന്നുണ്ട് എനിക്കറിയാം. വെളിപ്പാടിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട, വെളിപ്പാട് പ്രകാശിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. ശ്രദ്ധിച്ചേ, ശലോമോൻ ആ ചമയിച്ചിരിക്കുന്ന അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുന്നത് കർത്താവ് സൃഷ്ടിച്ച. നിങ്ങൾക്ക് ആശയം പിടികിട്ടുന്ന വിശ്വസിക്കുക. ഇന്നത്തെ കാലത്ത് റോയൽ ഗാർമെന്റ്സ് ഒന്നും ഇല്ല. നമ്മുടെ ഡ്രസ്സുകളെ ബ്രാൻഡിന്റെ പേരിൽ നമ്മൾ അല്ലേ, ഏത് ബ്രാൻഡാണ്, ഇത്ര വില കൂടിയതാണ്, ഇങ്ങനെ കാണുന്നത്. ഏറ്റവും റിച്ചസ്റ്റ് ആയ, ഏറ്റവും സമ്പന്നനായ രാജാവിന്റെ രാജവസ്ത്രങ്ങളെ കാട്ടിലും, അദ്ദേഹത്തിന്റെ റോയൽ ഗാർമെന്റിനെ കാട്ടിലും ശ്രേഷ്ഠതയുള്ളതായിരുന്നു ഏതെന്ന് പറയുന്നു? വയലിലെ. കർത്താവ് ചോദിക്കുക, ഇത്രയും നാച്ചുറലായിട്ട് ഞാൻ ഇതിനെ ചമയുമെങ്കിൽ, ഇന്ന് വന്നിട്ട് നാളെ വാടിപ്പോകുന്ന അതിനെ ഞാൻ ഇങ്ങനെ. നിങ്ങൾക്ക് ആ കമ്പാരിസൺ മനസ്സിലായോ? ശലോമോന്റെ റോയൽ ഗാർമെന്റ്സിനെ കാട്ടിലും ബ്യൂട്ടിഫുൾ ആയി ഞാൻ ഇവ എന്ത് ചെയ്യുക? മേ ബി ലൈഫ് സ്പാൻ ഒറ്റ ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ദിവസമായിരിക്കാം. 2 ദിവസത്തേനുള്ള ഇതിനെ ഞാൻ ഇത്രയധികം ചമയിക്കുമെങ്കിൽ, നിങ്ങളോടുള്ള ചോദ്യം, നമ്മളോടുള്ള ചോദ്യം, നിങ്ങളെ എത്രയധികം, നമ്മെ എത്രയധികം. എന്റെ പൊന്നു ദൈവമക്കളെ, കർത്താവ് എന്തിനാ ഇത്രയും ലളിതമായി പറഞ്ഞത്? ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കാഴ്ചപ്പാട് യേശുവിലേക്ക് മാറണം. നമ്മുടെ പ്രയോറിറ്റി ആർക്കാകണം? നിങ്ങൾ അങ്ങനെ കൊടുത്തു വയ്ക്കേ.
നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുടെ സമയങ്ങളിൽ പോലും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു നോക്കി, കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുത്തു നോക്കി. ഞാൻ നിശ്ചയമായും ഒരു കാര്യം ഉറപ്പ് പറയാം, കർത്താവ് കൂടെ കണ്ടിരിക്കും. അതിന് ഒരു മാറ്റവും അത് യാതൊരു തരത്തിൽ ഡൗട്ടില്ലാത്ത കാര്യമാണ്. മുപ്പതാം വാക്യത്തിൽ പറയുന്നു, നോക്കണം, ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ വിളിക്കുന്ന പേരെന്താ? നിങ്ങളെ ഇന്ന് രാത്രി ഇത് വിശ്വസിച്ചവിടെ പോകാറുള്ളൂ. ഇവിടുന്ന് വേണം, അതിവിടുന്ന് ഇറങ്ങുന്നിടം വരെ അല്ല, ഇനിയുള്ള ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ ആയിരിക്കണം. എന്തിനേക്കാട്ടിലും പ്രയോറിറ്റി എന്തിനു കൊടുക്കുക? കർത്താവിന് കൊടുക്കുക. സാഹചര്യം ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് വാ. സാഹചര്യം ഒന്നുമില്ലെങ്കിൽ കർത്താവിന് മുഖ്യമായ പ്രാധാന്യം കൊടുക്കുക. സാധ്യത ഒന്നുമില്ലെങ്കിലും എന്റെ യേശുവാണ് എന്റെ ദൈവം എന്നുള്ള തിരിച്ചറിവ് കർത്താവിന് പ്രാധാന്യം കൊടുത്തേ. അടിവരയിട്ട് പറയാം, കർത്താവ് കരുതും, കർത്താവ് നടത്തും. ഇന്ന് രാത്രി ഇത് ബൈബിൾ ക്ലാസ് ആണ് എങ്കിലും ഞാൻ വളരെ ആഴമായി ദൈവജനത്തോട് പറയാം, നിങ്ങൾക്ക് സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? ഒന്ന് ഉറക്കെ ആ വചനത്തെ വിശ്വാസിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം നാം പറയണം. ബൈബിൾ ക്ലാസ് നമ്മൾ വളരെ ശാന്തമായി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ബൈബിൾ ക്ലാസ് ആണെന്ന് അറിയാൻ പറയും. പക്ഷേ ബൈബിൾ ക്ലാസ് ആണെങ്കിലും അല്ലാത്ത കൂട്ടായ്മകളാണ് നമ്മൾ എപ്പോഴും ദൈവവചന പറയുന്നത്. അതിനകത്ത് നമ്മൾ ഒരു കോംപ്രമൈസ് ഇവിടെ ദൈവസന്നിധിയിൽ ഇത്ര നാളായിട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുമ്പോൾ അത് വെറുതെ കേൾവിയായിട്ട് മാറരുത്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയാനിടയായി തരണം. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി തീരണം. അതിന്റെ അർത്ഥം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ആരെ അറിയേണ്ടത്. മനസ്സിലാക്കി വിശ്വസിക്കുക. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ആരെ അറിയേണ്ടത്, കർത്താവിനെ എന്ത് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞിട്ട് നോക്കണമേ, ഇന്നുള്ളതും നാളെ അതിനെ എന്ത് ചെയ്യുക, കർത്താവ് എന്ത് ചെയ്യുക. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം ആ 3 കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുക. ആഹാരത്തെക്കാൾ അല്ലേ, ഉടുപ്പിനേക്കാൾ ശരീരം. ഇതിനെ തന്ന ആരാ? അപ്പൊ ആരാ പ്രാധാന്യം? ആർക്കാ പ്രാധാന്യം? 2, ആകാശത്തിലെ എന്താ തിന്നുമെന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിനെ ഓർത്ത് ദൈവമക്കളുടെ കൂട്ടായ്മയും കളഞ്ഞിട്ട് മറ്റു പരിപാടിക്ക് പോകണ്ട. മുഖ്യമായ പ്രാധാന്യം എന്തിനാ? അത് ഈ സഭയ്ക്കകത്തുള്ള എല്ലാവരും മനസ്സിലാക്കണം. ഈ സഭയ്ക്കകത്ത് മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന നാം എല്ലാവരും മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം പറയുക, എന്തുടുക്കും നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഞാനൊരു അതേ ലാംഗ്വേജ് പറയട്ടെ. ആ താമര അങ്ങനെ നന്നായി പിടിപ്പിച്ച ദൈവത്തിന്, ആ താമരയെ നന്നായി അണിയിച്ചൊരുക്കുക, ചമയിച്ചൊരുക്കുക ദൈവത്തിന്. നിങ്ങൾ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. ഈ 2 പദങ്ങൾ എന്തുമായിട്ട് ബന്ധം? അധ്വാനിച്ചാലേ നൂൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് 2 എന്ത് ചെയ്യുന്നില്ല താമര. പക്ഷേ നല്ല ഉടുപ്പ് കർത്താവ് എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഭാഷയാണേ,
നല്ല ഉടുപ്പ് കൊണ്ട് കർത്താവ് എന്തിനെ അണിയിച്ചു? പിന്നെ എത്രയധികം നമ്മെ സ്തോത്രം. ഇത് പറഞ്ഞിട്ടാ 31-ാം വാക്യം. അപ്പം ശ്രദ്ധിക്കണേ, 3 ഉറപ്പ് കർത്താവ് തന്നു. 3 കാര്യങ്ങളുടെ കാര്യം കർത്താവ് പറഞ്ഞു. മറന്നുപോയത് 3 ഇത് പറഞ്ഞിട്ട് പറയാം. ആകയാൽ, എന്താ ആകയാൽ എന്ന് വരാൻ കാരണം? ആഹാരത്തെക്കാൾ, ഉടുപ്പിനേക്കാൾ, അടുത്തത് പക്ഷിയെ എന്ത് ചെയ്യണം? താമര എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യം എന്താ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് ഇനി ഓർത്തെന്ത് ചെയ്യണ്ട? ഇനി ഓർത്തെന്ത് ചെയ്യണ്ട? വിചാരങ്ങൾ മൊത്തം മാറിയോ? അറിയോ? മാറിയില്ല. കർത്താവ് ഇത്രയും ലളിതമായി നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് മാറിയില്ലേ? ഇനിയെങ്കിലും വിശ്വസിക്കുക, വിചാരപ്പെടരുത്. എന്നിട്ട് പറയുക, അടുത്ത പദം കണ്ടോ? ഈ വകയൊക്കെയും ജാതികൾ എന്ത് ചെയ്യുക? അപ്പൊ നിങ്ങൾ ഇതിന്റെ പുറകെ ആണെങ്കിൽ നിങ്ങളെ ഏത് കൂട്ടത്തിലാന്ന് മനസ്സിലായല്ലോ അല്ലേ? കാരണം അവരുടെ പ്രത്യേകത, അവർ ഈ ഭൗതികത്തിന്റെ പുറകെ എന്ത് ചെയ്യുക? They chase the material wealth because they didn't know the true God. യഥാർത്ഥ ദൈവത്തെ അവർക്ക് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. Therefore what they are doing, they are chasing the material wealth. അവർ മെറ്റീരിയൽ വെൽത്തിന് പുറകെ എന്ത് ചെയ്യുക? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഒന്നും കൊണ്ടൊരു കടത്തി പറഞ്ഞാൽ അന്യഭാഷയൊക്കെ പ്രാപിച്ചു. ഇതൊക്കെ നമ്മളെല്ലാ ഞായറാഴ്ചകളും കൂട്ടായ്മയ്ക്കകത്തും പേഴ്സണലി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. പക്ഷെ പ്രയോറിറ്റി മറ്റേനാണെങ്കിൽ നമ്മൾ ആരാ? ഹലോ, നമ്മുടെ പ്രയോറിറ്റി, മുൻഗണന അതിനാണ് എങ്കിൽ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ ആരെ കൂട്ടാ? നമുക്ക് പറയാൻ എന്തൊരു മടിയാ. ഇവിടെ വാർത്ത പറഞ്ഞ രണ്ടിനെയും കൂടെ ഒരുമിച്ച്. എന്നോട് ക്ഷമിക്കണം, ഒന്നെങ്കിൽ നല്ലൊരു ശിക്ഷനാകണം, ഇല്ല എങ്കിൽ ആ വഴി എന്ത് ചെയ്തോണം? എന്തിനാ ഇതിന് രണ്ടിന്റെ ഇടയ്ക്കൂടെ നിൽക്കുന്നേ? ഇവിടെ ഇല്ലാതാകും, ഏതെങ്കിലും എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക. ഈ വകയൊക്കെയും ജാതികൾ എന്ത് ചെയ്യുന്നു? നിന്ന് നോക്കണേ, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമെന്ന് കർത്താവിനറിയാം. ഇതൊക്കെ നമുക്ക് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളത് നമുക്ക് ആവശ്യമാണെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് എന്നാ വേണ്ടെന്ന് ആർക്കറിയാം? കർത്താവ് പറയുക, ഞാൻ ഇതിനെയൊക്കെ ഇങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ ഭൗതികതയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഭൗതികതയ്ക്കല്ല പ്രാധാന്യം, മറ്റെന്തിനാ? ദൈവത്തിൻ്റെ വിഷയങ്ങൾ. എന്നിട്ട് 33-ാമത്തെ വാക്യത്തിൽ പറയുകയാണേ, ഏത് പറഞ്ഞിട്ടാ നോക്കണം കേട്ടല്ലോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് ആരറിയുന്നല്ലോ? ഇത് പറഞ്ഞിട്ട് പറയുക, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇവിടാണ് പലരെയും തെറ്റിക്കുന്നത്. അതോടുകൂടെ സകലതും, അങ്ങൊരു വാക്യം ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വാ, എല്ലാം എന്ത് ചെയ്യും?
എല്ലാം തരാമെന്നൊന്നും കർത്താവ് എന്നും പറഞ്ഞിട്ട് വളരെ വ്യക്തമായി പറയുക. അതോടുകൂടെ ഇതൊക്കെ ഏതൊക്കെ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതിനോർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മുൻപേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് നിങ്ങൾ എന്താ അന്വേഷിക്കണം? മുൻപേ അവന്റെ രാജ്യവും നീതിയും. അപ്പൊ നമ്മൾ എന്താ അന്വേഷിക്കേണ്ടത്? ഒന്ന്, മുഖ്യസ്ഥാനം ആർക്ക്? അത് അന്വേഷിക്കണം. ആ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? രണ്ടാമത് നോക്കിയേ, രാജ്യം എന്ത് ചെയ്യണം? മുൻപേ നമ്മൾ ആർക്കാ കൊടുക്കണ്ടേ? മുൻപേ അവന്റെ ദൈവത്തിന് എന്ത് ചെയ്യണം? സീക്ക്. മേക്ക് ഗോഡ് യുവർ ഫസ്റ്റ് ആൻഡ് ദ ഹൈയസ്റ്റ് പ്രയോറിറ്റി. നിങ്ങളുടെ ഒന്നാമത്തെയും ഏറ്റവും പരമപ്രധാനമായ പ്രയോറിറ്റി ആർക്കാണ്? ഒന്ന്. രണ്ട്, ഗോഡ്സ് കിങ്ഡം, ദൈവത്തിൻ്റെ രാജ്യം. എന്താ? ദൈവത്തിൻ്റെ ഭരണം എന്നിൽ. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പർപ്പസും ദൈവത്തിൻ്റെ ഭരണവും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾ അന്വേഷിക്കുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഭരണം എന്നെ എന്തിലും എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ അന്വേഷിക്കണ്ടേ? ഒന്ന്, ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തിന് മുഖ്യസ്ഥാനം. രണ്ട്, ദൈവത്തിന്റെ ഭരണം എവിടെ നടക്കണം? എന്നിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഹിതം എന്നിൽ എന്ത് ചെയ്യണം? അതിന് ദൈവത്തോട് എന്ത് ചെയ്യാം? മൂന്നാമത്തെ കാര്യം നോക്കിയേ, ഗോഡ്സ് റൈച്ചസ്നെസ്, നീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം മുൻപാകെ നന്നായി നടക്കണം. ലിവിങ് റൈറ്റ്ലി ബിഫോർ ഗോഡ്. ദൈവം മുൻപാകെ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, നമ്മുടെ സ്വഭാവത്തിൽ അതെന്ത് ചെയ്യണം? ആ നീതിയുടെ മാർഗം നമ്മുടെ എവിടെ നടക്കണം? നമ്മുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ അന്വേഷിക്കേണ്ട ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഭരണത്തെ എന്ത് ചെയ്യണം? അത് മാത്രമല്ല, അത് നമ്മുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യണം? അപ്പോൾ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ, ദൈവത്തെയും ദൈവത്തിന്റെ ഭരണത്തെയും ആ ദൈവത്തിന്റെ നീതിയെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് അന്വേഷിച്ച് നോക്കിക്കേ. എങ്ങനെ ദൈവത്തിന്റെ നീതി നടക്കുന്നേ? ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പ്രത്യേകം നമ്മുടെ ലേഖനങ്ങൾ സ്ഥിരമായി പ്രസംഗിക്കുന്ന ലേഖനങ്ങളെല്ലാം നമ്മെ ദൈവത്തിലേക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യുന്ന? ആ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന്റെ മുൻപിൽ നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മുടെ സ്വഭാവത്തെ അതിനനുസരിച്ച് മാറ്റുമ്പോൾ സംഭവിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ നീതിയിൽ എന്ത് ചെയ്യുക? നടക്കുക. കർത്താവ് പറഞ്ഞ അർത്ഥത്തിലേ ഉള്ളൂ. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ഭരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് വരണമെന്ന് ചിന്തിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വെറി ചെയ്യുന്നത് ദൈവം നോക്കിക്കൊള്ളുന്നവൻ. അപ്പൊ ശ്രദ്ധിച്ചോണേ, നമ്മൾ എന്തിനെ കുറിച്ചാ വെറി ആകേണ്ടത്? നമ്മൾ എന്തിനെ കുറിച്ചാ വെറി ആകേണ്ടത്? നമ്മൾ വെറി ആകേണ്ടത് കർത്താവെ വൈകിട്ട് എന്നാ കഴിക്കുമെന്ന്, നാളെ എന്തുടുക്കുമെന്ന് അല്ല. നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ വെറി ആകേണ്ടത്, നമ്മൾ വിചാരപ്പെടേണ്ടത്, കർത്താവേ അങ്ങയെ പ്രസാദിപ്പിച്ച് എങ്ങനെ എനിക്ക് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? ദൈവവചനം കേൾക്കുമ്പോൾ അതിന് മുൻപ് സറണ്ടർ ആകാനുള്ള കൃപയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? അങ്ങയുടെ ഭരണം എന്റെ ജീവിതത്തിൽ നടക്കേണ്ടതിനെ എന്ത് ചെയ്യുക? ഇതിനൊക്കെ നിരന്തരം നാം എന്ത് ചെയ്യുക? പൗലോസിന്റെ ഒരു പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്യം വളരെ വ്യക്തമായി അറിയാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ, എങ്കിലും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും
എന്നേക്കും തലമുറ തലമുറയെ മഹത്വം. നമുക്കെല്ലാം ഇഷ്ടമല്ലേ വാക്യം? എങ്കിലും നാം അയ്യോ, ഈ വാക്യത്തെയൊക്കെ എടുത്തിട്ട് പറയുന്ന പ്രസംഗം കേട്ടാൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ചോദിച്ചോ എന്ത് വേണം? കർത്താവ് എന്ത് ചെയ്യുക? പണ്ട് ആരാണ്ട് പറയുന്നത് കേട്ടു, ഈ സത്യമൊന്നാണോന്ന് എനിക്കറിയത്തില്ല, ഒരു കാർ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി, അപ്പോൾ അവിടെ കാറ് കിടക്കുന്നത് കണ്ടു. പോയി ലോണിന് കാറ് അടയ്ക്കാൻ മാർഗം ഒന്നുമില്ല. കർത്താവ് അങ്ങയുടെ വാക്യത്തിൽ ഇങ്ങൊരു വചനത്തിൽ ഇങ്ങൊരു വാക്യമുണ്ട്, ചോദിക്കുന്നതിലും തിരിച്ചടയ്ക്കാൻ വകയില്ലാത്തപ്പം വാക്യം പറഞ്ഞ് സാധിക്കാനുള്ള സാധനമല്ല ഇത്. പൗലോസ് ചോദിക്കുന്ന നിനക്കിതിന് അത്യന്തം പരമായി വ്യാപരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അതിനെ മേളിലോട്ട് 4 കാര്യങ്ങളോട് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, നോക്കണമേ, ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ആ ഭാഗങ്ങൾ ചിന്തിക്കാം. അവിടെ നോക്കണേ, അവിടെ ഇങ്ങനെ പറയുന്നത്, ഒന്നാമത്തെ കാര്യം പറയുക 16-ാം വാക്യത്തിൽ, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ. അപ്പൊ ഒന്ന്, ചോദിക്കുന്നത് നിലയ്ക്കുന്നത് അത്യന്തം പരമായി. ഒന്നാമത്തെ കാര്യം, എന്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? പുറമേ ഉള്ളതാണോ? ഏത്? അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? അടുത്ത നോക്കണം, അടുത്ത വാക്യം നോക്കിക്കേ. ബലപ്പെട്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ചോദിക്കുന്ന നിലയ്ക്കലും ആരുടെ വിശ്വാസത്തെ ഹൃദയം വസിക്കണം? ക്രിസ്തുവിന്റെ വിശ്വാസം എന്ത് ചെയ്യണം? എന്നിട്ട് അത് നോക്കിക്കേ, വസിക്കേണ്ടതിനും വരം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്നാ പറഞ്ഞേ? ക്രിസ്തു വിശ്വാസം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ഏത്? കർത്താവേ, ഈ വീടല്ല എനിക്ക് ആ വീട്. കർത്താവ് വീടൊക്കെ തരില്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, പക്ഷെ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഇതാ. ആര് വസിക്കണം എൻ്റെ അകത്ത്? ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? അതെന്റെ ഹൃദയത്തിനകത്ത് കുറയാതെ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കാര്യം നോക്കിയേ, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി, നീളം, ഉയരം, ആഴം എന്ന് പറഞ്ഞാൽ എന്നാ പൗലോസ് പറയാ? ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ഉയരം, ആഴം എന്നിവ എനിക്ക് എന്ത് ചെയ്യണം? താഴോട്ട് വന്നിട്ട് നോക്കി 19 അവസാന ഭാഗം പറയുക. 4-ാമത്തെ കാര്യം, ദൈവത്തിന്റെ എല്ലാ നിറവോളം എനിക്ക് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സകല നിറവും എനിക്ക് എന്ത് ചെയ്യണം? ഇത് പറഞ്ഞിട്ട് പറയാ. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അങ്ങനല്ലേ? അപ്പൊ കർത്താവ് ഇവിടെ ഓരോ എന്നാ പറയുന്നേ? അകത്തെ മനുഷ്യൻ കർത്താവെ ശക്തിപ്പെടണം. ഞാൻ എന്ത് ചെയ്യുക? അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരം എനിക്ക് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നിറവെന്നിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ വിശ്വാസം ജീവിക്കാൻ എന്ത് ചെയ്യണം? നീ ചോദിക്കുന്നതിനെക്കാട്ടിലും അധികമായി ആര് പകരും? എവിടെ? ഇതൊക്കെ കേട്ടാ നമ്മൾ അനങ്ങുമോ? എന്നാ നമുക്ക് അനങ്ങേണ്ട കാര്യങ്ങൾ വേറെ. പ്രാർത്ഥന ഏതാകണം? അത് തന്നെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും എന്ത് ചെയ്യണം? അന്വേഷിച്ചു തുടങ്ങി. അതോടുകൂടെ അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാ വെറിയാകേണ്ടത്? കർത്താവേ, അങ്ങയുടെ പാതയിൽ അയ്യോ അത് നടക്കാൻ എന്നെ സഹായിക്കണമേ. പോകുന്നുണ്ടോ ഇല്ലയോ അത് വെറിയാകണം. എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് എന്നെ മാറ്റുന്നുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്കൊരു ചിന്തയും ആർക്കും എന്നോട് പുറക്കം തോന്നുന്നു. ഞായറാഴ്ച വന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം, ദുഷ്ടന്റെ ആലോചന പ്രകാരം പാപികളുടെ വഴി അല്ലെങ്കിൽ യഹോവ എന്റെ. എന്നാൽ എന്നെ ദൈവം തൊട്ട ഒരു വാക്യം നമ്മൾ എത്ര പേര് പറയാറുണ്ട്? എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത വാക്യം എത്ര പേര് പറയാറുണ്ട്? നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മുമ്പേ അവന്റെ രാജ്യവും നീതി എന്ത് ചെയ്യണം? അതോടുകൂടെ എന്നിട്ട് പറയാ, അതുകൊണ്ട് നാളേക്കാ എന്ത് ചെയ്യടാ? ആർക്കെങ്കിലും ഇന്ന് രാത്രി വിചാരങ്ങളുണ്ടോ?
ഇന്ന് വിചാരമുണ്ട് മാറിക്കണം ഇന്ന് മുതൽ. കാരണം വാക്യം കർത്താവ് നമുക്ക് തന്ന അഷുറൻസാ. അതുകൊണ്ട് നാളേക്ക് വെച്ച് എന്ത് ചെയ്യണ്ട, ഒരു കാര്യത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണ്ട. മക്കൾ എന്തായിത്തീരും, അവരുടെ ഭാവി എന്തായിത്തീരും, എങ്ങനെ അവരുടെ കാര്യം, നാളെ ഞാൻ എവിടെ പോയി കിടക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട. അവയെ നന്നായി ഉടുപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അവയ്ക്ക് ദൈവം നല്ല മേത്തരമായ ഉടുപ്പ് ദൈവം ചമയിച്ചു കൊടുക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഇത് ദൈവമക്കൾ വിശ്വസിക്കുക, നമ്മെ ദൈവം എത്ര അധികം. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറയാൻ കഴിയുമോ? നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് പറ, ദൈവമേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായി എന്നെ കരുതുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി എന്ന് പറയാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ആ ഒരു ഭാഷയിൽ പറയുന്നെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കാരണം, ശ്രേഷ്ഠകരമായി എന്നെ കരുതി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എന്നെ കർത്താവിന്റെ മകനാക്കി തീർത്തതാണ്. അതാ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് മറ്റൊന്നും എന്ത് ചെയ്തില്ല, ഒന്നിനും അതിനോട് എന്ത് ചെയ്യാൻ തുല്യം ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാളേക്കാ എന്ത് ചെയ്യണ്ട, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളോട് പറയാ, അങ്ങനെയുള്ള വിചാരങ്ങളെല്ലാം ഇന്ന് രാത്രി ഇവിടെ കുഴിച്ചിടണം, അത് പോകണം. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിന്. അവസാനിപ്പിക്കുക, നാളത്തെ ദിവസം തനിക്കായി അതത് ദിവസത്തേന് എന്താ മതി. കർത്താവ് പറയുക, ആ വാക്യം അവസാനിപ്പിക്കുന്ന കർത്താവ് പറയുന്നു ഇങ്ങനെ, ദൈവം നമുക്ക് വേണ്ട ഡെയിലി ബ്രെഡ് ദൈവം എന്ത് ചെയ്യും. നമ്മുടെ നാളത്തെ ഫ്യൂച്ചറിനെ പലപ്പോഴും വെറി സ്റ്റീൽ ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ സന്തോഷവും സമാധാനം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറയുക, നാളത്തെ ദിവസം തനിക്കായി എന്ത് വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തെ അന്നത്തെ ദോഷം നാളത്തെ എന്ത് ചെയ്യണ്ട, ഇന്നത്തെ എന്ത് ചെയ്താൽ മതി. കർത്താവ് എന്ത് ചെയ്യുക, ഇന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു, തന്നു. അപ്പൊ നാളെയും കർത്താവ് എന്ത് ചെയ്യും, ഇന്നത്തേനുള്ള കാര്യം എന്ത് ചെയ്തു. ഇപ്പൊ നമ്മുടെ വിചാരം വന്നത് എന്നത്തേനാ, വേണ്ട, ഇന്ന് തന്ന ദൈവം നാളെ എന്ത് ചെയ്യും. സ്തോത്രം. അപ്പൊ ദൈവമക്കളെ, എന്താ കർത്താവ് ഇവിടെ പറഞ്ഞ സന്ദേശം എന്നാ? ഒരു ശിക്ഷന്റെ ഭൗതികത്തെ കുറിച്ചുള്ള ഒരു അഭിലാഷം എന്നാ? ഇന്ന് തന്ന ദൈവം എന്ത് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് എന്ത് ചെയ്തോളൂ. നാം വിചാരപ്പെടേണ്ടത് എന്താ? മുൻപേ ആ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിചാരം അതാകട്ടെ. കർത്താവ് പോറ്റി പുലർത്തും, കർത്താവ് നടത്തും. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവമേ, അങ്ങയുടെ നീതിയും രാജ്യവും അന്വേഷിപ്പാൻ എന്നെയും സഹായിക്കുന്ന ദൈവസന്നിധി പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി അതിനാകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധി അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളെല്ലാം കർത്താവിന്റെ സന്നിധി അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത്